മുൻ എം.എൽ.എയും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ DCC പ്രസിഡന്റുമായ P.A. മാധവന്റെ നിര്യാണത്തിൽ കൈപ്പറമ്പ് സർവകക്ഷി യോഗം അനുശോചിച്ചു. മാധവേട്ടനോടുള്ള ദീർഘകാലത്തെ ബന്ധവും കണിശമായ നിലപാടും വാത്സല്യവും കരുണ നിറഞ്ഞ പ്രവർത്തനങ്ങളും പലരും ഓർത്തെടുത്തു. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ യാതൊരു മടിയും കാണിക്കാതെ മാധവേട്ടന്റെ ഇടപെടലും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് പഴയ തലമുറയിലെ വളരെ പ്രധാനപ്പെട്ട സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും ഉറച്ച നിലപാടുകളിൽ ഊന്നി നിൽക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനെ, ഒരു പൊതുപ്രവർത്തകനെ, ഒപ്പം തന്നെ ഒരു നിയമസഭാ സാമാജികനായി പ്രവർത്തിച്ച അനുഭവമുള്ള ഒരു പൊതുപ്രവർത്തകനെയാണ് മാധവേട്ടന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ഉണ്ടായ നഷ്ടത്തിലെ അനുശോചനം രേഖപ്പെടുത്തുന്നു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് PN വൈശാഖ് മുഖ്യ അതിഥിയായി. വിവിധ കക്ഷി നേതാക്കളായ ജിമ്മി ചൂണ്ടൽ, KG സതീശൻ, സോബി മുണ്ടൂർ, AT ജോസ്, KM ലെനിൻ, KS സുഭാഷ്, ലിൻഡി ഷിജു, ലീല രാമകൃഷ്ണൻ, CD ജോസ്, ഔസേബ് CD, ജോൺസൺ ജോർജ്, NK രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. മാധവനുമായിട്ടുള്ള ആത്മബന്ധം അത് ഒരിക്കലും സ്പർശിക്കാതെ പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് എപ്പോഴും ഞാനുമായിട്ടാണെങ്കിലും എൻ്റെ പിതാവ് ആയിട്ടാണെങ്കിലും എൻ്റെ മുത്തശ്ശനായിട്ടും ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു മാധവേട്ടൻ. INTUC സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് വടക്കാഞ്ചേരി ഭാഗത്ത് വരികയാണെങ്കിൽ അവിടെ മുത്തശ്ശനെ കണ്ടിട്ട് പോകാറുള്ളതാണ്. എപ്പോൾ കാണുമ്പോഴും പറയാറുണ്ട്, അവിടെ വന്നാൽ അവിടെ കണ്ടിട്ടേ പോകുള്ളൂ, എന്നിട്ട് ചേലക്കരയിലേക്ക് പോകും, അത് കഴിഞ്ഞ് കുന്നാംകുളത്തെ സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതാണ് ഒരു റൊട്ടീൻ. ആഴ്ചയിൽ ഒരു ദിവസം ഈ പ്രവൃത്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്.